നിന്റെ മുഖത്ത് എന്താടി ഒരു തെളിച്ചമില്ലാത്തത്? കാര്യം ഞാൻ നിന്റെ രണ്ടാനച്ഛനൊക്കെ തന്നെയാ. അതുകൊണ്ട് പലതീന്നും ഞാൻ നിന്നെ മാറ്റി നിർത്തിയിട്ടുമുണ്ട്. എങ്കിലും കല്യാണം കഴിഞ്ഞ് നീ നല്ലൊരു വീട്ടിലേക്ക് കയറി ചെല്ലണമെന്നും അവിടെ നീ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കണമെന്നും എനിക്കും നിന്റെ അമ്മയെപ്പോലെ തന്നെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കെട്ടിച്ചു വിട്ടാൽ കെട്ടുതാലിയും പൊട്ടിച്ച് പിന്നീട് ഇവിടെ വന്ന് നിൽക്കരുതെന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ നല്ലൊരു വീട്ടിലോട്ട് നിന്നെ പറഞ്ഞുവിടാൻ നോക്കുന്നേ. ഒറ്റയ്ക്കല്ല, ഒന്നിച്ച്. നീ പോകുമ്പോ നിന്റെ അനിയത്തിയും കൂടെ കാണും. സത്യമാണോ പ്രതാപേട്ടൻ പറഞ്ഞത്? ആയിരിക്കില്ല. ഒരു കാരണവശാലും ഇവള് പോകുന്ന വീട്ടിലേക്ക് അച്ഛൻ എന്നെ പറഞ്ഞു വിടില്ല. ഇവൾക്കൊപ്പം ഒരു കുടുംബത്തേക്ക് കയറി ചെല്ലാൻ എനിക്ക് താല്പര്യവുമില്ല. മോളെ, നിന്നേക്കാൾ മൂത്തതാണ് മഹാലക്ഷ്മി. അങ്ങനെയുള്ളപ്പോ നിന്നേക്കാൾ മുന്നേ ഒരുത്തരോടൊപ്പം പോകേണ്ടത് അവളാ. ആയിക്കോട്ടെ, അതിനെന്തിനാ ഇവൾക്കൊപ്പം എന്നെയും പറഞ്ഞു വിടുന്നേ? എന്റെ പാദസേവ ചെയ്ത് ഇവിടെ ജീവിക്കുന്നവള് എനിക്കൊപ്പം ഞെളിഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഈ ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞു. കമലേശ്വരം തറവാട്ടിലെ മൂത്ത പയ്യൻ ഇവക്ക് ഭർത്താവാണ്. ഇളയാള് നിനക്ക്. പ്രതാപേട്ടൻ, ഇവളെന്റെ മോളല്ലെങ്കിലും നാളെ ഇവളെ കെട്ടിച്ച വീട്ടിലോട്ട് ഞാനും നീയും കയറി ചെല്ലുമ്പോ നിറ കണ്ണുകളുമായിട്ട് ഇവള് നിൽക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നലെ വരെ ഞാനിവളെ തല്ലിയതും വെറുത്തതും ഒന്നും നീ ഇവള് ഓർക്കണ്ട. നാളത്തെ ഇവളുടെ ജീവിതം അത് നല്ല ജീവിതമായിരിക്കണം. അതിന് ഈ ബന്ധം നടന്നേ തീരൂ. മോളെ, വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.